ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. റേസിംഗ് ബാഡ്ജ് ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് അവർക്ക് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത്. ഗാർഡൻ ഏരിയയിൽ ഒരു ചെറിയ സർക്കിളിന്റെ അകത്ത് 3 ബാഡ്ജും വെക്കണം. എന്നിട്ട് എല്ലാവരും വട്ടം കൂടി നിൽക്കണം. ബസർ അടിക്കുമ്പോൾ പോയി ഓടിപ്പോയി അത് എടുക്കണം. വൻ മൽപ്പിടുത്തമായിരുന്നു. ആര്യന് വീണ്ടും ബാഡ്ജ് കിട്ടി. നെവിന്റെ കാണാതായ ബാഡ്ജിന് പകരം പുതിയ ബാഡ്ജ് ബിഗ് ബോസ് കൊടുത്തിരുന്നു. ആ ഒരു ബാഡ്ജാണ് ആര്യന് കിട്ടിയത്. വേറൊരെണ്ണം എടുത്ത് എറിഞ്ഞ് ജിസേലിനും കൊടുത്തിരുന്നു ആര്യൻ. അത് ജിസേലിന് തന്നെ എറിഞ്ഞു കൊടുത്താണ്. നമ്മളിവിടെ ലൈവിൽ കണ്ടോണ്ടിരിക്കുകയാണ്. ജിസേൽ വൻ ഹാപ്പി ആയിരുന്നു. കാരണം ഇന്നലത്തെ ആ ഒരു ബീട്രൂട്ട് കിന്റെ യുദ്ധത്തിലാകെ മനസ്സ് തകർന്നാണ് ജിസേൽ ഉറങ്ങിയത്. പക്ഷെ ബോസണ്ണൻ ജിസേലിന് വീണ്ടും ഒരു പണി കൊടുത്തു. കഴിഞ്ഞ ആഴ്ച പെട്ടിയൊക്കെ തിരിച്ചയച്ചതല്ലേ, സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല, മറ്റാർക്കെങ്കിലും ഈ ഒരു ബാഡ്ജ് കൊടുക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞു. ജിസേൽ ആ ഒരു ബാഡ്ജ് കൊടുത്തത് മനുഷ്യത്വത്തിന്റെ പേരിൽ അഭിലാഷിനാണ്. അപ്പോൾ നിലവിൽ ബാഡ്ജ് കയ്യിലുള്ള 3 പേര് ആര്യൻ, ഷാനവാസ്, അഭിലാഷ് എന്നിവരാണ്. ഇതിൽ ആര്യന്റെ കയ്യിൽ ഓൾറെഡി പേഴ്സണൽ സാധനങ്ങളുണ്ട്. ഷാനവാസ്, അഭിലാഷ് എന്നിവർക്കാണ് ഇനി പേഴ്സണൽ സാധനങ്ങൾ കിട്ടാനായിട്ട് പോകുന്നത്. ഇതിൽ അഭിലാഷിന് ജിസേല് കൊടുത്തതാണ് മനുഷ്യത്വത്തിന്റെ പേരിൽ. പ്രത്യേകം നോട്ട് ദ പോയിന്റ്, മനുഷ്യത്വത്തിന്റെ പേരിൽ. ബിഗ് ബോസ് അറിയാവുന്ന നല്ല പഠിച്ചൊരു കള്ളിയാണ് നമ്മുടെ ജിസേല്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്താണ് എന്ന് വ്യക്തമായ ധാരണ ജിസേലിനുണ്ട്. ആദില നൂറ, നെവിൻ എന്നിവരുടെ സാധനങ്ങൾ ബിഗ് ബോസ് തിരിച്ചെടുക്കുകയും ചെയ്തു. കാരണം അവരുടെ ബാഡ്ജാണ് നഷ്ടപ്പെട്ടത് ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ. ഇതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. നല്ല കിഡിലിന് ഒരു പണിയാണ് ജിസേലിന് കിട്ടിയത്. കാരണം നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ മാത്രം സാധനങ്ങൾ തിരിച്ചയക്കപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ ഹാപ്പിയാണ് ജിസേല്. കാരണം ഈ ഒരു ടാസ്ക് ജയിച്ച് ജിസേലിന് വഴിയാണ് അഭിലാഷിന് ആ ഒരു സാധനങ്ങൾ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു സന്തോഷം ജിസേലിനുണ്ട്. ഇപ്പോൾ അവിടെ കിച്ചണിൽ പോയി ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിൽ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക്